CPM പോളിറ്റ് ബ്യൂറോയിലേക്ക് വീണ്ടും കണ്ണൂർ സഖാക്കൾ എത്തിയേക്കുമെന്ന ചർച്ചകൾ സജീവം. KK ശൈലജയോ EP ജയരാജനോ PBയിലെത്താനാണ് സാധ്യത. കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള PB അംഗം കോടിയേരി ബാലകൃഷ്ണന്റെ ഒഴിവ് നികത്തിയിരുന്നില്ല. മധുരയിൽ നടക്കുന്ന CPM പാർട്ടി കോൺഗ്രസ് ഉറ്റുനോക്കുന്നത് പുതിയ പോളിറ്റ് ബ്യൂറോയെയാണ്. കണ്ണൂരിൽ നിന്ന് ഒരാൾ പുതുതായി PBയിൽ ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന് പകരം ആരെയും പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ആ നിലക്ക് കണ്ണൂരിൽ നിന്ന് ഒരു നേതാവ് എത്തുന്നത് നിലവിലെ സന്തുലിതാവസ്ഥക്കും മാറ്റം വരുത്തില്ല. പ്രായപരിധി കർശനമായി പാലിച്ചാൽ വനിതാ നേതാക്കളായ വൃന്ദ കാരാട്ടും സുഭാഷിണി അലിയും PBയിൽ നിന്നും മാറേണ്ടി വരും. പകരം 2 വനിതാ നേതാക്കളെ തന്നെ പരിഗണിക്കുകയാണെങ്കിൽ ഒന്ന് മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ആയിരിക്കും, മറ്റൊന്ന് മറിയം ധാവളെയും. KK ശൈലജയ്ക്ക് പകരം കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള EP ജയരാജൻ PBയിൽ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പ്രായം 75നോട് അടുത്ത EPക്ക് പാർട്ടിയുടെ ഏറ്റവും ഉന്നത കമ്മിറ്റിയിൽ എത്താനുള്ള അവസാനത്തെ അവസരമാണിത്. ആ നിലക്ക് പാർട്ടി ഒരു പരിഗണന EPക്ക് നൽകാനാണ് സാധ്യതയും. അങ്ങനെയെങ്കിൽ KK ശൈലജ അടുത്ത സമ്മേളനം വരെ കാത്തിരിക്കേണ്ടി വരും. EPയും KK ശൈലജയും ഒന്നിച്ച് PBയിൽ എത്താനുള്ള സാധ്യത വിരളമാണ്. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കണ്ണൂരിൽ നിന്നും PB അംഗങ്ങളായുണ്ട്. കർഷക നേതാവ് വിജു കൃഷ്ണനെ PBയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയും തള്ളാനാകില്ല. വിജു കൃഷ്ണനും ജന്മം കൊണ്ട് കണ്ണൂർ സ്വദേശിയാണ്. എല്ലാ കമ്മിറ്റികളിലുമുള്ള വനിതാ പ്രാതിനിധ്യം കൂട്ടുക എന്നതിനാണ് CPM മുൻഗണന നൽകിയിട്ടുള്ളത്. ഇതാണ് KK ശൈലജയ്ക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നതും. ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കൂടി KK ശൈലജയെ പാർട്ടി കരുതി വെക്കുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.